ഇനി ഞാൻ കാണിക്കുന്ന വ്യായാമമാണ് ഷുഗർ രോഗികൾ പ്രധാനമായും ചെയ്യേണ്ടത്. അത് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. കാൽ രണ്ടും ഇതുപോലെ അടുപ്പിച്ച് വെക്കുക. കണ്ടോ, കാൽ നേരെ അടുപ്പിച്ച് വെച്ചു. പിന്നെ ഞാൻ ചെയ്യാൻ നോക്കൂ, രണ്ട് കൈകളും നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ പിടിച്ചതിന് ശേഷം മുകളിലേക്ക് നമ്മൾ ശ്വാസം വലിച്ചിട്ട് ബ്രീത്തിങ് ചെയ്തുകൊണ്ട് മേലോട്ട് ഉയരണം. അതുപോലെ തന്നെ ശ്വാസം വിടാതെ തന്നെ താഴോട്ട് കൊണ്ടുവരിക. ഇങ്ങനെ ഇരുന്നതിന് ശേഷം കൈ പുറത്തേക്ക് വിടുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുക എന്നുള്ളതാണ്. ഞാൻ കാണിച്ചു തരാം, നോക്കൂ. വീണ്ടും അതുപോലെ കൈ ക്രോസ് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ നിങ്ങൾ 11 അല്ലെങ്കിൽ 16 തവണ സ്ഥിരമായി ചെയ്യുക. എന്നാൽ നിങ്ങളുടെ ഡയബറ്റിക്കിലെ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഈ ഷുഗർ രോഗികളൊക്കെ നടക്കുന്നത് പലരും പല രീതിയിലാണ്. എങ്ങനെയാണ് ഷുഗർ രോഗികൾ നടക്കേണ്ടത്? അവിടെ ഡയബറ്റിക്കിനെ നിയന്ത്രിക്കാൻ പറ്റിയ നല്ലൊരു നടത്തുണ്ട്. സാധാരണ എല്ലാവരും നടക്കാറുള്ളത് ഈ രീതിയിൽ ഇങ്ങനെ പോലാണ്. അതല്ല അതിൻ്റെ യഥാർത്ഥ രീതി. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഒന്നും കൂടി ഉഷാറായിട്ട് നിന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ തയ്യാറാവണം. ആദ്യം നമ്മൾ എൻ്റെ അസുഖം മാറണം എന്ന രീതിയിലേക്ക് തന്നെ ചിന്തിച്ചുകൊണ്ട് ശ്രദ്ധിച്ച് വളരെ ചിന്തയോടുകൂടെ തന്നെ നമ്മൾ ആ നടത്തം ശ്രദ്ധിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് അതിന് ഫലം കാണിക്കാൻ കഴിയും. ആ നടത്തം നോക്കൂ എങ്ങനെയാണ്. നേരെ ഒരുങ്ങി നിന്നതിന് ശേഷം ഒരു സ്പീഡിൽ കയ്യും കാലും നന്നായിട്ട് വീശുക എന്നുള്ളതാണ്. ചില ആളുകൾ ഈ ഒരു രീതി നടക്കുന്നവരുണ്ട്. ഇതുകൊണ്ട് ഒരു ഫലവും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. ഒരു സ്പീഡിൽ നടക്കുക. ഈ രീതികൾ നടന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ഡയബറ്റിക്കിനെ കുറഞ്ഞതായി നിങ്ങൾക്ക് തോന്നും.